ഹലോ മച്ചാൻ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അതുൽ രാജ്. സിനിമ അഡിക്റ്റഡ് ലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനൊരു ലൈഫിൽ ഒരു സിനിമ അല്ലെങ്കിൽ സിനിമകൾ കാണാൻ വേണ്ടി ഇതുപോലെ ഞാൻ ഇരുന്നിട്ടുള്ള ഒരു ദിവസം ഉണ്ടെന്ന് വെച്ചാൽ ഇല്ല. ഇന്നലെ ഫുള്ള് രാവിലെ ഒരു 5:30 എഴുന്നേറ്റിട്ട് വൈകുന്നേരം ഒരു 9:30 10 മണി വരെ ഇതിനു വേണ്ടിയുള്ള ശ്രമമായിരുന്നു. പക്ഷേ ഇത് ഒരു വെബ് സീരീസ് ഉണ്ടായിരുന്നു, ഒരു 6 എപ്പിസോഡ് വെബ് സീരീസ് ഉണ്ടായിരുന്നു, ഒരു 4 സിനിമ 4-5 പടത്തോളം ഉണ്ട്. എണ്ണം തന്നെ കത്തലും ഉറക്കമുള്ളൂ. ഉറക്കം ശരിയായിട്ടില്ല ഇന്നലത്തെ. എന്നിട്ടും ഞാൻ ഈ വീഡിയോ OTT ഇറങ്ങിയ മൂവിയാണ്. അതായത് ഞാൻ തിയേറ്ററിൽ കാണാത്ത അതിൽ OTT വന്നിട്ടുള്ള മൂവിയുണ്ട്. അത് തിയേറ്റർ അധികം ഓടാത്തതുകൊണ്ടൊക്കെ കുറച്ച് മൂവീസാണ്. അപ്പൊ അതിന്റെ റിവ്യൂ പറയണമെന്ന് കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്നു. പലതും ഇങ്ങനെ വന്ന് അല്ലെങ്കിൽ നമ്മുടെ OTT റിലീസ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനത് ഓരോന്നായിട്ട് ലിസ്റ്റ് ചെയ്ത് കാണാൻ തുടങ്ങിയിട്ട് ഇന്നലെ വെളുപ്പിനെ എന്നിട്ട് തുടങ്ങിയിട്ട് ഇന്ന് ഒരു രാവിലെ ഒരു 9 മണിയോടെയാണ് മൊത്തം കണ്ടു തീർത്തത്. ഈ സാഹചര്യമാണ് എല്ലാം ഇങ്ങനെ ഒറ്റയ്ക്കിന് കാണാൻ പറ്റില്ല. എന്തെങ്കിലും ഇടക്ക് കാര്യങ്ങളൊക്കെ വരുമ്പോ അതും ചെയ്യണമല്ല. കുറ്റയും വീട്ടിൽ തന്നെ അല്ലെങ്കിൽ കുത്തി ഇരുന്ന് നമ്മൾ ഇരിക്കുമ്പോ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാതിരിക്കാനും പറ്റില്ല. അങ്ങനെ കുറച്ച് സിറ്റുവേഷൻ വന്നതുകൊണ്ട് എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ കാണാത്ത അതിൽ സെലക്റ്റീവ് ആയിട്ട് ഞാൻ OTT റിലീസ് അതിൽ കാണാത്ത കുറച്ച് മൂവീസ് ഉണ്ടായിരുന്നു. അപ്പൊ അതങ്ങോട്ട് എല്ലാം ഒരു കാണാൻ പറ്റുന്നത്രയും കുത്തിന്ന് കണ്ടെന്നാണ് എന്റെ വിശ്വാസം. അതിനെപ്പറ്റി പറയാനാണ് വന്നിരിക്കുന്നത്. ഓരോന്നായിട്ട് പറയാം സിനിമയുടെ. ആദ്യം തന്നെ പറയുന്നത് കപ്പ് എന്ന് പറയുന്ന മൂവിനെ പറ്റിയാണ്. സഞ്ജു വി സാമുവലാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. സഞ്ജു വി സാമുവലും അഖിലേഷ് ലാത്തൻ രാജ് എന്ന് പറഞ്ഞ ഇത് രണ്ടുപേരും ഒരു 3 കൂടെ ഉണ്ട്. ഇവര് 3 കൂടിയാണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതില് ആക്ടിങ് മാത്യു തോമസ് ആണ് മെയിൻ കഥാപാത്രമായിട്ട് വരുന്നത്. പിന്നെ കാർത്തിക് വിഷ്ണു, അതായത് മാത്യു തോമസിന്റെ ഒരു സുഹൃത്തായിട്ട് വരുന്നതാണ്. ബേസിൽ ജോസഫ് ഉണ്ട്. ബേസിൽ ജോസഫ് മാത്യുവിന്റെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ ചേട്ടൻ എന്ന ഒരു രീതിയിലാണ് വരുന്നത്. പിന്നെ മമിത പ്രമോദ് ഉണ്ട്. ഒരു കോച്ച് എന്ന രീതിയിലാണ് മമിത വരുന്നത്. അങ്ങനെ സിദ്ദിഖിക്ക, അങ്ങനെ കുറച്ചാണെങ്കിൽ ഒരു കാസ്റ്റ് ആങ്കർ തന്നെ കുറച്ചുണ്ട്. പിന്നെ സിനിമനെ പറ്റി പറയാനാണെങ്കിൽ ഒരു നമ്മുടെ ഇടയിൽ പലരും ഈ എന്തെങ്കിലും സ്പോർട്സിന്റെ കാര്യത്തിലാണെങ്കിലും എന്തായാലും ഇച്ചിരി മുൻകൈയായിട്ട് നിന്ന് അതിനായിട്ട് തന്നെ മൊത്തം കാര്യങ്ങളും അല്ലെങ്കിൽ കൂടുതലും ടൈം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്ത് അതിലെന്തെങ്കിലും ആകാനായിട്ട് ആഗ്രഹിച്ച് നടക്കുന്നവരുണ്ടാവും. അപ്പൊ അതുപോലുള്ളവർക്ക് ചിലപ്പോ ഒരു മോട്ടിവേഷൻ ഒരു ടൈപ്പ് ഒരു മൂവിയായിട്ടും പിന്നെന്താ പറയാ, നമ്മളതിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അതിൽ ചിലപ്പോ റിസ്ക്കും കാര്യങ്ങളും അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഫാമിലി കാര്യങ്ങളൊക്കെ ഏതൊക്കെ രീതിയിലാണ് അല്ലെങ്കിൽ എങ്ങനെ ഒരു സ്പോർട്സ്മാൻ എന്ന രീതിയിൽ ഒരാൾ വളർന്നു വരുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഫാമിലിയുടെ സപ്പോർട്ടാണെങ്കിലും ഫ്രണ്ട്സിന്റെ സപ്പോർട്ടാണെങ്കിലും വരുന്ന രീതിയിൽ ഇത് കാണിച്ചു തരുന്ന ഒരു അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് കണ്ടിരിക്കാൻ രീതിയിലൊരു കൊച്ചു മൂവിയാണ് കപ്പ് എന്ന് പറയുന്നത്. അതെനിക്ക് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഒരു മൂവിയാണ്. പക്ഷേ ഞാൻ തിയേറ്ററിൽ കാണാൻ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ടാണ് OTT വന്നപ്പോൾ കാണാനായിട്ട് ശ്രമിക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവിയാണ് കപ്പ് എന്ന് പറയുന്നത്. പിന്നെ കണ്ടത് മൂവി കറക്കം എന്ന് പറഞ്ഞൊരു മൂവിയാണ്. അതായത് 2026 ഞാൻ കണ്ടതിൽ ഏറ്റവും വേസ്റ്റ് മൂവി മലയാളത്തിൽ നിന്ന് വന്നത്. ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ മലയാളം ഈ ഒരു 3-4 വർഷം ഗ്യാപ്പിൽ വന്നിട്ട് മലയാളത്തിൽ നല്ല പുതുമുഖ സംവിധായകന്മാർ വരികയും ഡിഫറെന്റ് ആയിട്ടുള്ള കഥാ മേക്കിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള മേക്കിംഗ് സ്റ്റൈലും എല്ലാം കൊണ്ടുവന്ന് ഒരു അടിപൊളിയാക്കി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു അപരാധി പിടിച്ച പടം എനിക്കത് ഒരു ഹൊറർ പശ്ചാത്തലമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. സത്യം പറയുന്നത് തിയേറ്റർ ഇത് കണ്ടിട്ട് പോലും ഇല്ലെന്ന് തോന്നുന്നു. അവർക്ക് മനസ്സിലായി തിയേറ്ററിൽ അധികം കൂടത്തില്ല, OTT കൊടുത്തത്. അങ്ങനെയാണെന്ന് തോന്നുന്നു OTT കൊടുത്ത്. ശ്രീനാഥ് ഭാസിയാണ് ഇതിന്റെ മെയിൻ കഥാപാത്രം വേണ്ടത്. ഈ കഥ തന്നെ എനിക്കൊരു വെറുപ്പിക്കല് കഥ എന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ട് വെറുപ്പ്. ഞാൻ തന്നെ അത് ഓരോ സീനാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് അങ്ങനെയാണ് കണ്ടത്. എനിക്ക് ഒരു അല്ലെങ്കിൽ കാണണമെന്നുള്ള ഒരു മൈൻഡ് തോന്നുന്നില്ല മൊത്തത്തിൽ ആ സിനിമ തുടങ്ങിയപ്പോ തൊട്ട്. ഒരു മായിട്ട് പിന്നെ ഞാൻ ഇത് വീഡിയോ എടുക്കേണ്ടതാണല്ലോ എന്ന് ഓർത്താണ് പിന്നെ അങ്ങനെ ഒന്ന് കണ്ടത്. ഇനി എത്രയും വേസ്റ്റ് ആട്ടോ, അല്ലെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റം മതി. ഇത് നിങ്ങൾക്ക് കഴിയല്ലേ സത്യം പറയാം സിനിമ എടുക്കാനായിട്ട്? ഒരു ഒട്ടും കഴിയാതെ തന്നെ കൊണ്ട് നിർബന്ധി തല്ലി നീ എടുക്കണ എന്ന് പറഞ്ഞ് ചെയ്യിച്ച കൂട്ടുണ്ട് ഒരു പടം. കഷ്ടം തന്നെ. പിന്നെ പറയുന്നത് ഒരു ഇതില്ല ഒരു ലവ് റൊമാൻറ്റിക് അല്ലെങ്കിൽ എന്താ ഒരു വേറെ ടൈപ്പ് ഒരു
അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് ഒരു ഫീല് തന്നെ അങ്ങനത്തെ ഒരു മൂവിയാണ്. 29 ആണ്, തമിഴിൽ നിന്നാണ് വരുന്നത്. അത് നമ്മുടെ എന്താണ് റെട്രോ സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതില് ഒരു വില്ലൻ ഉണ്ട്, അതായത് അവരെ ആ ദ്വീപിൽ പോയി കഴിഞ്ഞ ഒരു വില്ലനെ കാണിക്കുന്നത്. ആ വില്ലനാണ് ഇതിന്റെ അകത്ത് നായകനായിട്ട് വരുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല അയാളുടെ ഭാഗത്ത് ഇത്ര ഒരു പെർഫോമൻസ് കാണിച്ചു വെക്കുന്നു. ഒരു ക്യാരക്ടർ റോളെ അതിന്റെ അകത്ത് സത്യം പറഞ്ഞാൽ അലമ്പായിട്ട് നടക്കുന്ന ഒരു വില്ലൻസ് ആണ്. അത് നോർമലി മാക്സിമം അത്യാവശ്യം തട്ടിക്കൂടി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഇതല്ല, ഇതിന്റെ അകത്ത് അങ്ങനെയല്ല. ഒരു ചെറിയ ക്യാരക്ടറായിട്ട് വരുമ്പോൾ നല്ല അതുപോലെ തന്നെ ഒരു ഫീല് തന്നെ ഒരു ഇമോഷണൽ സീൻ ആണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലപോലെ തന്നെ അദ്ദേഹം പെർഫോമൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ അകത്ത് ഈ ക്യാരക്ടർ വരുമ്പോ. പിന്നെ പടത്തിന്റെ ഡയറക്ടറായിട്ട് വരുന്നത് എൻ കുമാറാണ് ഡയറക്ടർ വന്നത്. റൈറ്റിംഗും അദ്ദേഹം തന്നെ ആയിരിക്കുന്നത്. പിന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ലോകേഷ് കനകരാജ്, കാർത്തിക് സുബ്ബരാജ്, പ്രദീപ് ഭൂപതി പ്രദീപ് ഭൂപതി അങ്ങനെയൊക്കെ കൊല്ലം വൻ ടീമൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ തന്നെ ഇവരുടെ എല്ലാവരുടെ ഒരു അല്ലെങ്കിൽ ഫണ്ടായിട്ട് വരുന്ന അതിനൊക്കെ എഴുതി മറന്നു പോകുന്നു. നല്ല നല്ല നമ്മുടെ മെയിൻ ടീമാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ അത് കാസ്റ്റിംഗില് ഫസ്റ്റ് നായകൻ വിധു സത്യ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് വരുന്നത്. കീർത്തി അസ്രണിയാണ് വിജി എന്ന് പറഞ്ഞ ക്യാരക്ടർ, അതായത് നായികയായിട്ട് വരുന്നത്. അത്യാവശ്യം ബാക്കി കാസ്റ്റാങ്കുറു അത്യാവശ്യം പേരുണ്ട്. പക്ഷെ എന്നാൽ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സിനിമനെ പറ്റി ഒരു ഇത് പറയുകയാണെങ്കിൽ, നമ്മള് പലരുടെ ലൈഫിൽ പല പെൺകുട്ടികളാണെങ്കിലും ഒരു ലവറായിട്ടാണെങ്കിലും ചിലപ്പോ ആരെങ്കിലൊക്കെ ആയിട്ട് നമ്മുടെ ലൈഫ് വന്നിരിക്കും ചിലപ്പോ. പക്ഷെ നല്ലൊരു ഇതില് കണ്ടാവാം, അങ്ങനെ ആവാം. പക്ഷേ ഈ ഇവിടെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ അങ്ങനെ വരുന്ന ഒരാൾ ചിലപ്പോ നമുക്ക് മൊത്തം അല്ലെങ്കിൽ ഇനി അവരായിരിക്കും ജീവിതമൊന്നും കണ്ട് ചിലപ്പോ മുമ്പായിട്ട് പോണ ഒട്ടുമിക്ക പേരുണ്ടാവും. പക്ഷെ ഇവർക്ക് സ്വന്തമായിട്ടും മറ്റു എയിമും കാര്യങ്ങളും ഉണ്ടായാലും പക്ഷെ ചിലപ്പോ അങ്ങനെ അപ്രത്യക്ഷമായിട്ട് വരുന്ന ചിലപ്പോ ഒരു പെണ്ണാവും, ബോയ് ആവും, ആരായിക്കോട്ടെ. അപ്പൊ അവരായിരിക്കും ചിലപ്പോ നമ്മുടെ ജീവിതം ഒന്ന് കണ്ട് പിന്നെ അവർക്ക് വേണ്ടി ജീവിക്കാനായിട്ട് നിൽക്കുന്ന ഒട്ടനവധി പേരുണ്ടാവും. ഗേളായിട്ട് ബോയ് ആയിക്കോട്ടെ, അങ്ങനെ പോണവരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ അവർക്കൊരു എയിം ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ ഒരു ലൈഫ് എന്താണെന്ന് മനസ്സിലാകില്ല, അല്ലെങ്കിൽ ലൈഫിൽ എന്തൊരു എയിമായിട്ട് വേണമെന്ന് കാണിച്ചു തരുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, തനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് കാണിച്ചു തരുന്ന ഒരു ലവ്, റൊമാൻസ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ അതൊക്കെ തരുന്ന ടൈപ്പ് ഒരു കിടിലൻ മൂവിയാണിത്. മസ്റ്റ് വാച്ചബിൾ ആന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. അത് എല്ലാവരോടും മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയാനുള്ളൂ. എനിക്ക് ഇത് ആക്ച്വലി ലാഗ് ബേസ് ആണ് പടം മൊത്തത്തിൽ പോണത്, പക്ഷെ സ്ലോയിലാണ് മൊത്തം പോണ പടം. എന്നാലും അത് ആ ഒരു ക്ഷമയോടിരുന്ന് കാണുകയാണെങ്കിൽ വർക്കാവും. ഒട്ടും വർക്കായാലെന്ന് ഞാൻ പറയില്ല, അത്യാവശ്യം നല്ല മൂവി തന്നെയാണ്, എല്ലാവരും കണ്ടുപോകുക. അടുത്തത് റിവോൾവർ വിങ്കോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിരൺ നാരായണൻ റൈറ്റിംഗ് ഡയറക്ടറിങ് ചെയ്ത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായിട്ട് വരുന്ന മൂവിയാണ് റിവോൾവർ വിങ്കോ. പേര് കേട്ടപ്പോ ഞാൻ സത്യം പറഞ്ഞു എന്തിനീ പേര് ഇട്ടു എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ ഞാൻ ഓർത്ത ആ സിനിമ തുടങ്ങിയപ്പോ ഒരു ഹാഫായിട്ടും എന്തുകൊണ്ട് ഈ പേര് അവര് ഈ പടത്തിന് ഇട്ടു എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടണില്ല. പിന്നെ ഈ സിനിമയുടെ എൻഡ് ആയപ്പോഴാണ് മനസ്സിലായ, അല്ലെങ്കിൽ ആ എൻഡ് ആയപ്പോഴാണ് എന്തുകൊണ്ട് ആ പേര് വന്നു എന്നുള്ള ഒരു ഉത്തരം കിട്ടിയത്. ഒരു സൂപ്പർ ഹീറോ ആകാനായിട്ട് ആഗ്രഹിച്ചിട്ട്, അല്ലെങ്കിൽ താനൊരു സൂപ്പർ ഹീറോ ആകണം എന്ന് പറഞ്ഞ് തന്റെ അച്ഛൻ, ഒരു ചെറിയൊരു ഷോർട്ടായി പറയുകയാണെങ്കിൽ തന്റെ അച്ഛൻ ഇതുപോലെ തന്നെ മോട്ടിവേറ്റ് അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ ആകാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു അച്ഛൻ ആ ഒരു സമയമായപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോവുകയും പിന്നീട് അച്ഛന്റെ അഭാവത്താൽ തനിക്ക് നഷ്ടപ്പെട്ട സന്തോഷം വീണ്ടെടുക്കാനായിട്ട് താൻ തന്റെ കൂട്ടുകാരുമൊത്ത് ചേർന്ന്, അല്ലെങ്കിൽ കൂട്ടുകാരെല്ലാവരോടും ഒന്നിച്ചു ചേർന്ന് അവന് വേണ്ടി ചെറിയൊരു ഷോർട്ട് ഫിലിം നിർമ്മിക്കുകയും ഷോർട്ട് ഫിലിം മാറിയത് സിനിമയാവുകയും ആ സിനിമ പിന്നെ ഒരു വലിയൊരു സ്കെയിലിൽ അങ്ങോട്ട് നിർമ്മിക്കുകയും അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു സന്തോഷം, അല്ലെങ്കിൽ ആ കൊച്ചിന്റെ സന്തോഷം വീണ്ടെടുക്കാൻ വേണ്ടി ഒരു കുഞ്ഞി പടം ആണ് ഇത്. ഒരു സ്പോയിലറായിട്ട് പറയാണ്. അത് അങ്ങനെ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് അതിന്റെ ഒരു കാണുമ്പോൾ ഒരു എക്സ്പീരിയൻസ് നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഇത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വൺ ടൈം വാച്ച് നമ്മളിപ്പോ ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ കൊള്ളാം, അത്യാവശ്യം നല്ല പടം. അല്ലെങ്കിൽ നമ്മള് മൂന്ന് അച്ഛനമ്മമാർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് കാണാൻ കൊള്ളാല്ല, ഇഷ്ടപ്പെട്ടല്ല, കൊള്ളാം, അത്യാവശ്യം നല്ല പടമാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ
കണ്ടിരിക്കാവുന്ന ടൈപ്പ് ഒരു കുഞ്ഞു മൂവിയാണ്. അല്ലാണ്ട് ഇത് ഒരു ലാഗ് ബേസാ അല്ലെങ്കിൽ ഒരു മടുപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല. വെറുപ്പിക്കല് പരിപാടിയൊന്നുമില്ല. പക്ഷെ അവര് അത്യാവശ്യം മേക്കിംഗ് പ്രൊഡക്ഷൻ മേക്കിംഗ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലപോലെ ചെയ്തിട്ടുണ്ട് സിനിമേനെ പറ്റി. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് ഒരു പിള്ളേർക്ക് പിള്ളേർക്ക് അതായത് നല്ലപോലെ കണക്ട് ആവുന്ന ടൈപ്പ് ഒരു കുഞ്ഞു മൂവിയാണിത്. ഇപ്പൊ എല്ലാരും പോയി അല്ലെങ്കിൽ OTT ഇറങ്ങിയിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ മച്ചാന്മാരെ ഇത്രേ ഉള്ളു. ഇന്നലത്തെ ഒരു ദിവസത്തെ കഷ്ടപ്പാടാണ്. കുത്തി ഇരുന്ന് കാണാൻ പറ്റാവുന്ന ശ്രമം നടത്തിയിട്ട് കണ്ട ഇത്രയും പടാണ്. ഇന്ന് രാവിലെയാണ് തീർന്നത് കണ്ട് മൊത്തം എല്ലാ പടവും കണ്ട് ഇന്നാണ് തീർത്തത്. ഇന്നലെ ഏകദേശം ഒരു 6 മണിയായപ്പോ തുടങ്ങിയ പരിപാടി ഇന്ന് ഒരു 9 9:30 തീർന്നത്. അപ്പൊ അതിന് വീഡിയോ എടുത്ത് ഇന്ന് അപ്ലോഡ് ചെയ്തേക്കാം എന്നുള്ള വാശിപ്പുറത്ത് ആ ഒരു വാശിയോട് നിന്നിട്ടുണ്ട് മാത്രമാണ് ഇങ്ങനെ എനിക്ക് മൊത്തം കാണാൻ പറ്റിയത്. ഉറക്കക്ഷീണമുണ്ട്. അപ്പൊ എന്നാലും എല്ലാരും പോയി കണ്ടു നോക്കുക, എല്ലാവരും അഭിപ്രായം പറയാ.